നമ്മളൊക്കെ ഒരു വീട് പണി കഴിയുമ്പം വളരെ കഷ്ടപ്പെട്ട് കുറേ നടന്നായിരിക്കും ഒരു കർട്ടൻ്റെ ഫാബ്രിക് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കർട്ടനൊക്കെ ഒരു റൂമിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും പൈസ മുടക്കുന്നതിന് യാതൊരുവിധ ഉപകാരം ഇല്ലാത്ത പോലെ ആയിപ്പോൾ. കർട്ടന് നമ്മൾ എപ്പോഴും ലൈറ്റിംഗ് കൊടുക്കണം, പ്രോപ്പറായിട്ട് ആ കർട്ടൻ്റെ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ. രണ്ട് രീതിയിൽ നമുക്ക് ഈ ലൈറ്റിംഗ് കൊടുക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു കർട്ടൻ ഗ്രേസർ കൊടുക്കാം. അപ്പം എങ്ങനെയാണ് ഈ കർട്ടൻ ഗ്രേസർ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഈ കർട്ടൻ ഗ്രേസറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കർട്ടൻ ഗ്രേസർ ബേസിക്കലി LED സ്ട്രിപ്പ് തന്നെയാണ്. പക്ഷേ LED സ്ട്രിപ്പിൽ ഓരോ ചിപ്പിലും ഓരോ LEDയിലും ലെൻസ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ ഹൈറ്റ് സീലിംഗ് ആണെങ്കിൽ പോലും ഈ കർട്ടന് 2 ഫ്ലോറിന്റെ ഹൈറ്റിലുണ്ടെങ്കിൽ പോലും താഴെ വരെ യൂണിഫോം ആയിട്ട് നമുക്ക് ലൈറ്റിംഗ് താഴെ വരെ കിട്ടും. ടെക്സ്ചർ വാളിലും ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ലൈറ്റിന്റെ സോഴ്സ് ഹൈഡ് ചെയ്യാമെങ്കിൽ ടെക്സ്ചർ വാളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. എക്സാക്ട്ലി ഇതാണ് ഒരു ഓപ്ഷൻ ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ചെയ്തു വരുന്ന ഇതാണ് LED സ്ട്രിപ്പ് കൊടുത്തിട്ട് അതിന്റെ പുറത്ത് നമ്മളൊരു പ്രൊഫൈൽ വെക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇവിടം കൊണ്ട് ഏകദേശം ലൈറ്റിംഗ് തീരും. ഈ ഒരു ലൈൻ കൊണ്ട് താഴെ വരെ ഒറ്റ ലൈനിൽ വാഷ് ഔട്ട് ചെയ്ത് വരില്ല. അപ്പൊ ഇങ്ങനെ ഈ കർട്ടൻ ഗ്രേസർ കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന കർട്ടനെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പം ഈ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ശരിക്കും റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കർട്ടൻ ഗ്രേസേഴ്സ് കൊടുക്കണം.